ചക്രാസും സ്കാൻ ചെയ്തിട്ട് ഓരോ ചക്രയുടെ നിലയനുസരിച്ച് ആ വ്യക്തി ആരാണെന്നുള്ള അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എൻ്റെ അമ്മ മരിച്ചിട്ട് ഇത്ര നാളായിട്ടുള്ളൂ സാറേ, 2-3 മാസമായിട്ടുള്ളൂ. അപ്പോൾ തുടങ്ങി ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ, മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൽ ആളിരിപ്പുണ്ട്, എന്താ പറയുന്നതെന്ന് നോക്കട്ടെ എന്ന്. ജോജോ ബോർഡ് ശരിയായ രീതിയിൽ ഒരു സൈക്കിക് ലെവലിൽ കഴിവുള്ള ഒരാൾ കളിച്ചു കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചെയ്തു. അവിടെ വന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സോളാണ്, പേരടക്കം പറഞ്ഞു. ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹയർ ലെവൽ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ പല ഡിമെൻഷൻസിൽ യാത്ര ചെയ്ത് സോള് തിരിച്ചു വരുമ്പോൾ ഈ കഴിവുകളൊക്കെ വരാം. അമേസിംഗ് ഡേയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജോൺ സാർ തന്നെയാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമ്മൾ ഇങ്ങനെ 2-3 എപ്പിസോഡുകളായിട്ട് ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് സംശയം തീരുന്നില്ല. ഈ ഇപ്പം അങ്ങ് ഒരുപാട് പേരുടെ, അതായത് രക്തചാമുണ്ടി ഉൾപ്പെടെയുള്ള ചാത്തൻ മറുത, നാഗചാമുണ്ടി, അങ്ങനെ അടക്കമുള്ള കുറേ ഇപ്പോൾ രക്തരക്ഷസ്, ബ്രഹ്മരക്ഷസ്, അങ്ങനെ ഒരുപാട് പേരെ ഒഴിപ്പിച്ചു വിടുന്നു. ആദ്യമായി ഒരാളെ കാണുമ്പോൾ അയാളെ കൂടെ സോളുണ്ടോ, സോളിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? അതായത് ചിലത് മറഞ്ഞു നിൽക്കും. ഇപ്പം ആരൂഢം വെച്ച് ചെയ്തിട്ടുള്ളതാണെങ്കിൽ മറഞ്ഞു നിൽക്കും. അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം, ഡീകോഡ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ അവർ വന്നിരുന്നു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളുടെ ഫോട്ടോ എടുത്താൽ ഞാനത് പെൻഡുലം വെച്ച് നോക്കിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയും പ്രശ്നമുണ്ട്. ഇത് ഈ നെഗറ്റീവായിട്ട് കറങ്ങുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും, പോസിറ്റീവ് ആണെങ്കിൽ റൈറ്റിലേക്ക് കറങ്ങും. എന്തായാലും ഒരു സംശയ നിവാരണം എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്, എനിക്ക് എന്തെങ്കിലും വിഷയമുള്ളതായിട്ട്. അതാണ് ഞാൻ ഇന്ന് പെൻഡുലം കയ്യിൽ എടുത്തിട്ടില്ല. പെൻഡുലം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ഒരു എപ്പിസോഡില് അബാക് മീഡിയയിൽ രോഹിത് ഭായിയുടെ ഞാൻ നോക്കിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. സോളിന്റെ പ്രശ്നമുണ്ടോ? സോളിന്റെ പ്രശ്നമല്ല. അവിടെ ഓരോ ചക്രാസും സ്കാൻ ചെയ്തിട്ട് ഓരോ ചക്രയുടെ നിലയനുസരിച്ച് ആ വ്യക്തി ആരാണെന്നുള്ള അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ അങ്ങ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ചില ആത്മാക്കൾ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രസൻസ് എന്നിലോ എന്റെ പിന്നിലോ? അത് നമ്മൾ ഒരു 1-to-1 ഞാൻ വിശ്വാസത്തോട് ചോദിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ട് ഇപ്പൊ എന്റെ ഒരു മനസ്സ് അങ്ങേക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഈ വിശ്വാസങ്ങൾക്ക് എതിരല്ല, അനുകൂലിക്കുന്ന ഒരാളാണ്. കാര്യം ഞാനിതിലേക്ക് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എനിക്ക് മനസ്സിലായത് ഇതുപോലെ ചില അനുഭവങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളൊരു വ്യക്തി എന്നുള്ളത് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ സ്വപ്നങ്ങളിലൂടെ എവിടെയൊക്കെയോ അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങളുള്ള ആളുകളുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇത് ചെയ്യണമെങ്കിലുണ്ടല്ലോ, നമ്മളൊരു സ്റ്റുഡിയോയിൽ വെച്ച് ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്റെ കൺസെപ്റ്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കണ്ട് ആളുകളെ കൂട്ടാനല്ല ഉദ്ദേശിച്ചത്. മനസ്സിലായി. അത് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, യാഥാർത്ഥ്യമായി എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നെ കാണുമ്പോൾ അങ്ങേക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തിക്കൂടെ ഒരു സന്തോഷവും. അതായത് വളരെ കൗതുകത്തോടു കൂടി എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രീയ കണ്ണുകളോടുകൂടിയും അതോടൊപ്പം തന്നെ മതങ്ങളും അതുപോലെ തന്നെ മുനിമാര് പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് എനിക്ക് ഒരു സത്യാന്വേഷിയാണ്. അതെ, തീർച്ചയായിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആത്മാവിന്റെ പ്രകടമായ സാന്നിധ്യം രാജേഷ് ഭായിലെ എനിക്ക് കാണുന്നില്ല. അങ്ങനെ കാണുന്നില്ല. അത് നമ്മൾ ചെയ്യുമ്പോൾ ഈവൻ കണ്ണട പോലും ഞാൻ ഊരി വെച്ചിട്ട് നമ്മൾ ആജ്ഞാചക്രത്തെ ഒന്ന് തീക്ഷ്ണത കൂട്ടി ഒരു ചെറിയ മെഡിറ്റേഷൻ ഒരു 5 മിനിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരാളുടെ ശരീരത്തെ ഒന്ന് സ്കാൻ ചെയ്യും. ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി വ്യക്തത കിട്ടാൻ വേണ്ടി ആ വ്യക്തിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ദേഹത്തോ വെച്ചിട്ട് പെൻഡുലം വെച്ചിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. ഞാനത് മറന്നുപോയി പെൻഡുലം എടുക്കാൻ. അല്ലെങ്കിൽ ഞാൻ എല്ലാവരും പറയും, നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം എന്തിനാണ് ബലിയിടാൻ പോകുന്നത്? ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ ചെയ്തില്ല. എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. ഞാനൊരു അനുഭവം പറയാം, ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ. അല്ല, ജീവിച്ചിരുന്നപ്പം ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പൊ എനിക്കൊരു വിഷമമുണ്ട്, എന്റെ അച്ഛന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഞാനന്ന് ചെറുതായിരുന്നു. അപ്പൊ എന്റെ അച്ഛൻ കുഞ്ഞിലെ സങ്കല്പത്തില് ആളെ വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. എനിക്ക് മരിച്ച ഡേറ്റ് അറിയില്ല, പിന്നെ ഒന്നും അറിയില്ല, ആളുടെ പേരും നാളും അറിയില്ലേ, ആരാണ് എന്റെ അച്ഛൻ അറിയില്ലേ. അറിയാം. ആ സങ്കല്പത്തിൽ ചെയ്യാൻ പറ്റും, ആ സങ്കല്പത്തിൽ ചെയ്യാം. അപ്പം ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളൊന്നും ചെയ്തില്ല, ഇനി മരണപ്പെട്ടപ്പോൾ നിങ്ങൾ പോയി ബലിയിടുന്നു എന്നൊക്കെ പറയുന്നതോടെ എനിക്ക് ചില സമയത്ത് ചോദിക്കാണ്ട്, നമ്മൾ കാണാത്ത ഒരാളാണ്. ഇത് ചില സോളുകളുണ്ട്. എൻ്റെ അടുത്ത് 2019 വന്നൊരു കേസ് ഞാൻ പറയാം. 2021 ഒരു ലേഡിയെ കൊണ്ട് വരികയാണ്. ആ ലേഡിക്ക് അവരുടെ അമ്മായിയമ്മ മരിച്ചതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവരങ്ങ് മ്യൂട്ടായി പോയി. അതായത് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ലേഡി, കുടുംബശ്രീയൊക്കെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ലേഡി പെട്ടെന്ന് അങ്ങ് മ്യൂട്ടാവുക. ഭർത്താവ് സംശയം വന്നു. അപ്പോൾ ഇവരുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള, അവർക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു
ഒരു രോഗശാന്തി കിട്ടിയോണ്ടാണ് മാനസിക പ്രശ്നത്തിന്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ലേഡിയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു മുത്തശ്ശി പോലെ ഒരു സോളിനെ കാണുന്നുണ്ട്. അത് ഇവരൊന്നും പറയാണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചിട്ട് ഇത്ര നാളായിട്ടുള്ളൂ സാറേ, 2-3 മാസമായിട്ടുള്ളൂ. അപ്പോൾ തുടങ്ങി ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ, മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിൽ ആളിരിപ്പുണ്ട്, എന്താ പറയുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഈ സോളിനോട് ചോദിച്ചു, നിരുപദ്രവമായ ഒരു സോളാണ്, പക്ഷേ ഇവർക്ക് എന്തോ പറയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് അറിയൂ, എൻ്റെ ഇളയ മകൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇളയ മകനാണത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളാണോ ഏറ്റവും ഇളയതെന്ന് ചോദിച്ചു. സോള് പറഞ്ഞപ്പോൾ അതെ സാറേ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഇളയ മകനാണെന്ന്, ചിലപ്പോൾ നടുക്കുള്ള മകനായിക്കൂടെ, അവർക്ക് 3-4 മക്കളുണ്ട്. അപ്പോൾ പറഞ്ഞു ഇളയ മകനാണ്, എൻ്റെ കൂടെയാണ് അമ്മ ജീവിച്ചിരുന്നത്, എനിക്ക് ജീവനാണ് അമ്മേനെ, ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആരെ? സ്വന്തം ഭാര്യേനെ. അപ്പോൾ ഭാര്യ പറയാണ്, ഒരു മരുമക്കൾക്കും ഇതുപോലെ നല്ലൊരു അമ്മായിയമ്മ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറയാണ്, ഓരോ അമ്മായിമ്മയ്ക്കും ഇതുപോലെ ഒരു നല്ല മരുമകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവർ മകനിലല്ല ഇരിക്കുന്നത്, മരുമകളിലാണ്. അതിൽ കൂടുതൽ ഇഷ്ടം മരുമകളോടാണ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ സോളിനോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ ശരീരത്തിൽ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഇളയ മകൻ ഒന്നും കൂടി എനിക്കൊന്ന് ബലിയിടണം, എൻ്റെ വലിയ ആഗ്രഹമാണത്. ഇതങ്ങ് ഞാൻ പറയുമല്ല, ഇയാളിരുന്ന് കൂടുകൂടെ കരയാനും തുടങ്ങി. അയാൾ നെക്സ്റ്റ് അമാവാസിക്ക് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാമെന്നും പറഞ്ഞോടുകൂടി ഞാൻ പിന്നെ നോക്കുമ്പോൾ സോളിനെ കാണുന്നില്ല. വന്ന ആൾ തലയെ കൈവച്ച് കുറച്ച് നേരം ഒന്ന് 15 മിനിറ്റ് ഹീൽ ചെയ്തു, പക്ക നോർമൽ, സംസാരിക്കാൻ തുടങ്ങി, പിറ്റേ ദിവസം തുടങ്ങി ആക്റ്റീവ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഞാനിത് അങ്ങനെ പരീക്ഷിക്കാനല്ല ചോദിച്ചത്, എൻ്റെ ഉള്ളിലുള്ള ഒരു വിഷമവും സങ്കടവും ഒക്കെയാണ്. പലരും പറഞ്ഞ് നിങ്ങൾ ജീവിച്ചിരിപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ, ചെയ്യുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ പറയട്ടെ, നമ്മൾ ജനിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ബീജവും അമ്മയുടെ അണ്ടത്തിൽ നിന്നുമാണല്ലോ രൂപീകരിച്ച്. അപ്പൊ നമ്മൾ സങ്കല്പത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനത് സ്വീകരിക്കും, അതിൽ തെറ്റൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാനായിട്ട് നമ്മളന്ന് അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു സമയമായിരുന്നു. ഞാൻ ചെറുതായിരിക്കും നമുക്ക് അറിയില്ല. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അച്ഛന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണെന്ന് ഞാൻ പറയുള്ളൂ. വൈ ഡോണ്ട് യു ഡു ഇറ്റ്? അത് ചെയ്യൂ. ഞാൻ പറയുന്നത് അതാണ് എക്സാമ്പിൾ. ഇപ്പം നിങ്ങളത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ എക്സാമ്പിൾ ഓർത്തത്. ഈ ഏറ്റവും ഇളയ മകനും കൂടി ഇടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അത് ഓരോരുത്തർ ഒരു സോള് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർ ഏത് തലത്തിൽ പോകുന്നു എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കോൺഷ്യസ്നെസ് ലെവലുണ്ട്, ബോധതലമുണ്ട്. ആ തലത്തിനൊരു ഫ്രീക്വൻസി ഉണ്ട്, ആ തലത്തിലേ പോവുള്ളൂ, അതിലപ്പുറം ഒന്നും പോവില്ല. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അനേകം തലങ്ങളുണ്ട് ഓരോ സോളുകളും പോകുന്നതിന്, ഒരുപാട് തലങ്ങളുണ്ട്. അപ്പം അങ്ങ് പറഞ്ഞു ആത്മഹത്യ ചെയ്യുന്നവര് വേറൊരു തലത്തിലാണ്, അവർ ഈ ലോകത്തല്ല അല്ലേ, ഇവിടെ തന്നെ 2-3 പ്ലേസ് ഉണ്ട് ഈ നിൽക്കുന്ന അല്ലേ, അങ്ങനെയല്ലേ? അപ്പം സാധാരണ മരണപ്പെട്ടവര് സഹായിയായി നിൽക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് നമുക്കിപ്പോൾ പലപ്പോഴും പറയുന്നത്, നമ്മൾ ഇത് പോകുന്ന സമയത്ത് ഇതിനെ തട്ടി നടക്കാൻ അത്രയ്ക്ക് ആളുകളുണ്ട്, അത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ എത്രത്തോളം ശരിയുണ്ട്? എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പൊ സോളുകളുടെ ഒരു കേന്ദ്രമാണല്ലോ, ഈ ഇരിക്കുന്നിടത്തൊക്കെ സോളുണ്ട് എന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ അവരുടെയൊക്കെ തട്ടിക്കൊണ്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ശരിയെന്നാണ്? ഉണ്ട്, ആത്മാക്കൾ മനുഷ്യർ എത്ര ഉണ്ടോ അത്രയും തന്നെ ആത്മാക്കളും ഉണ്ട്, അത് സംശയമൊന്നുമില്ല. പക്ഷെ അവരാരും നമ്മിലേക്ക് ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതിനൊരു കാരണം വേണം. അവരെ ശല്യപ്പെടുത്തിയാൽ മാത്രം, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിയാക്കിയാൽ മാത്രമേ ചില കേസുകളിൽ സൈക്കിക് മീഡിയം ആയിട്ടുള്ള ഒരാൾ ഇരുന്നിട്ട് ഓജോ ബോർഡ് കളിച്ചാൽ ഇത് സംഭവിക്കും. ഓജോ ബോർഡ് 2 രീതിയിൽ സംഭവിക്കും. ഇത് ചുമ്മയല്ലേ? ഓജോ ബോർഡ് വെറുതെ അല്ലേ? അല്ല. ഓജോ ബോർഡ് ശരിയായ രീതിയിൽ ഒരു സൈക്കിക് ലെവലിൽ കഴിവുള്ള ഒരാൾ കളിച്ചു കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള സോള് വരും. അതല്ലാത്തത് ഇഡിയോ മോട്ടോർ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് കൈ അനങ്ങുന്നത് കണ്ടിട്ടില്ലേ, അതങ്ങനെ വരാം. പക്ഷെ അത് സബ് കോൺഷ്യസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതേസമയം ഒരു വ്യക്തിക്ക് ആ തലമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ബ്രെയിൻ ഫ്രീക്വൻസി ഉള്ള ഒരാളാണെങ്കിൽ അവിടെ റിയൽ സോള് വരും. എൻ്റെ മെഡിറ്റേഷൻ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു ലേഡി, അവരുടെ കൂട്ടുകാരിയും MSc പഠിക്കുന്ന സമയത്ത്, MSc ആണോ അവരുടെ വേറെ ഏതോ ഒരു സ്റ്റഡീസിന് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഇവർ 2 പേരും കൂടി ചെയ്തു. അവിടെ വന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സോളാണ്, പേരടക്കം പറഞ്ഞു, പേര് ഞാൻ മറന്നുപോയി. അവരന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ അനുഭവം ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അവരെന്നോട് പറഞ്ഞു. ഇന്നിപ്പോൾ അവർ ദുബായിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സ്ത്രീ 3 പെൺകുട്ടികളൊക്കെ ഉണ്ട് അവർ. തീർച്ചയായിട്ടും ഈ വിദേശത്താണ് കൂടുതൽ ഇത്തരം ഈ അനുഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സിംഗപ്പൂരൊക്കെ ഉണ്ടല്ലോ. ഞാൻ സിംഗപ്പൂരുള്ളൊരു ക്ലയൻറ്റുമായിട്ട് സംസാരിച്ചപ്പോഴാണ്, സാറ് പറയുന്നത് വാസ്തവമാണ്, സിംഗപ്പൂരൊക്കെ ഹോണ്ടഡ് ഹൗസ് എന്ന് പറഞ്ഞ് രജിസ്റ്റേർഡ് ആക്കിയിട്ടാണ് മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റേർഡ് ഹോംസ് ഉണ്ടെന്ന്. രജിസ്റ്റേർഡ് ഹോണ്ടഡ് വില്ലേജ് അല്ലെങ്കിൽ ഹോണ്ടഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹോണ്ടഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളതിൽ ആരും ചെന്ന് താമസിക്കാറില്ല. ചില പൊട്ടന്മാരെ ഒന്ന് താമസിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ചൈനക്കാർ അതുപോലെ തന്നെ ഇന്ത്യക്കാർ മെയിനായിട്ട് ഇതിൽ പോയി താമസിക്കും. 3 മാസത്തിൽ കൂടുതൽ നിൽക്കത്തില്ല, ഓടിക്കളയും.
അതങ്ങനെ സർക്കാർ പോലും പട്ടിക ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ, പട്ടിക ഉണ്ടാക്കി വെച്ചു. ഇങ്ങനെ ഒരു പ്രശ്നമുള്ള നമ്മുടെ നാട്ടിലുണ്ടോ? അതായത് പറയാം, നമ്മുടെ നാട്ടിലൊന്നും അതിന് നിയമസാധുതയില്ല. സിംഗപ്പൂർ പോലുള്ള കൺട്രീസിൽ അത് ഉണ്ടെന്ന് ആ മനുഷ്യനോട് പറയാ. അല്ല, അതാണ് പലപ്പോഴും പല വീഡിയോകളും വരുന്നത്, വിദേശത്തുള്ള വീഡിയോകൾ നമ്മൾ കാണുന്നത്, സോള് സംസാരിക്കുന്നത്, സോളിന്റെ പ്രസൻസ് കാണിക്കുന്നത് ഒക്കെ ഉണ്ട്. പലത് ഫേക്കാണ്, പലതും ഒറിജിനലുമാണ്. ഇതിപ്പോ എല്ലാം കൂടെ വന്ന് നമുക്ക് ഏതൊക്കെ ഒറിജിനൽ എന്ന് അറിയാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇത്തരം സാധ്യതകൾ ഇപ്പം നമുക്ക് ഇതുപോലുള്ളൊരു ക്യാമറയോ കിർലിൻ ക്യാമറയൊക്കെ വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും സോൾ എന്ന് പറയുന്നുണ്ട്, അത് സംശയമൊന്നുമില്ല. എനർജി കനോട്ട് ബി ഡെസ്ട്രോയിഡ്. നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക്, അതുപോലെ തന്നെ ബയോപ്ലാസ്മിക്, ബയോ ഇലക്ട്രിക് ടൈപ്പുള്ള കറണ്ട് ഉണ്ട്. അത് എനർജിയാണ്, ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്നു. എനർജിയെ ഇറ്റ് കനോട്ട് ബി ഡെസ്ട്രോയിഡ്, അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ ഫോംസ്. വേറെ ഫോമിൽ ജീവാത്മാവ് പുറത്ത് കടന്നു കഴിഞ്ഞാൽ പരേതാത്മാവ് എന്നുള്ള രൂപത്തിൽ ട്രാൻസ്ഫോം ചെയ്തപ്പെട്ടിട്ട് അത് വേറെ തലത്തിൽ നിലനിൽക്കുന്നുണ്ട്, ഒരു ഡൗട്ടും ഇല്ല. ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, കള്ളിയങ്കാട്ട്, നീലിയും ഇതൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ലോഹ സിനിമ ഇറങ്ങിയപ്പോഴും നമ്മൾ ഭയങ്കര അതിശയമായിരുന്നു. അത് നല്ല രീതിയിൽ അത് ഒരു ഡയസീറ അതൊക്കെ പല എല്ലാവരുടെയും എന്തെങ്കിലും ഒരു ചെറിയ അനുഭവം ആയിരിക്കും ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ടാവാൻ കാരണം ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഒരു കാരണമില്ലാതെ അവരതൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ ഇത്തരം സാഹചര്യം ഇപ്പോൾ അവിടെ മന്ത്രവാദികളുണ്ട്, അതായത് ഈ പൂജ മന്ത്രവാദം കളവൊക്കെ ഒരുക്കി ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങേ പോലെ ഇതൊന്നും ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ഈ രണ്ട് രീതിയാണ്. ഇപ്പം ഈ മന്ത്രവാദ കളം, അതുപോലെ തന്നെ ഈ 4-ാം വേദത്തില് അവര് ചെയ്യുന്നുണ്ട്, ഫക്കീറന്മാര് വന്നിട്ട് അവരും കർമ്മങ്ങൾ പല രീതിയിലാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഒന്ന് തന്നെയാണോ? ഒന്ന് തന്നെയെന്ന് പറയാൻ പറ്റില്ല. എടുക്കുന്ന സോളിനെ വിളിക്കുന്നതൊക്കെ ഒരു സോളിനെ ആയിരിക്കും, പക്ഷെ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള വഴികളാണ്. ഇപ്പൊ താന്ത്രിക കർമ്മം, അതെ താന്ത്രിക കർമ്മത്തിൽ ചെയ്യുന്നുണ്ട്. താന്ത്രിക കർമ്മം അത് വേറെ ഒന്നാണ്, മാന്ത്രിക കർമ്മം വേറെ ഒന്നാണ്. ഇത്രയും മാന്ത്രികവും താന്ത്രികവും ഒക്കെ കാരണം എന്താ പറയുക, ഇവർക്കൊക്കെ തന്നെ വേറൊരു ഉപാസന മൂർത്തിയുടെ സഹായത്തോടു കൂടി ഇതിനെ കാണാൻ പറ്റുന്നുള്ളൂ. സ്വന്തം കണ്ണിലോ സ്വന്തം മനസ്സിലോ ഇതിനെ അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവര് വേറൊന്നിനെ ആശ്രയിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ദൈവികമായി കിട്ടിയ ഒരു കഴിവാണ്, ഇത് സിദ്ധിയാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. അത് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ആധ്യാത്മികതയായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. ആധ്യാത്മികതയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹയർ ലെവൽ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ പല ഡിമെൻഷൻസിൽ യാത്ര ചെയ്ത് സോള് തിരിച്ചു വരുമ്പോൾ ഈ കഴിവുകളൊക്കെ വരാം. അതൊന്നും ആധ്യാത്മികതയായിട്ട് ഞാൻ പറയുന്നില്ല. മനസ്സിലായി. ആധ്യാത്മികത ഇതിനപ്പുറമാണ്. ഇപ്പോൾ ശ്രീയമ്മ അദ്ദേഹം ഇതുപോലെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കയ്യിൽ നിന്ന് ഒരു രുദ്രാക്ഷം ഉണ്ടാക്കിയിട്ട് ഒരാളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് വെറും സിദ്ധി മാത്രമാണ്, ഇത് ആധ്യാത്മികതയായിട്ട് തെറ്റിദ്ധരിക്കരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്.